നമുക്കറിയാം ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് ഫണ്ടിന്റെ അഭാവം എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. എങ്കിൽ പോലും കഴിഞ്ഞ ബജറ്റിൽ 10,000 കോടിക്ക് മുകളിലുള്ള അലോക്കേഷൻ ആരോഗ്യ മേഖലയ്ക്കായിട്ടുണ്ട്. കഴിഞ്ഞ തവണ, അതായത് തൊട്ട് മുമ്പത്തെ സാമ്പത്തിക വർഷം അലോക്കേറ്റ് ചെയ്തതിനേക്കാൾ കൂടുതൽ പണം കൊടുത്തിട്ടുമുണ്ട് എന്ന് ധനമന്ത്രി വിശദീകരിക്കുന്നുണ്ട്. അപ്പോഴും ഈ ഫണ്ടിന്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ കേന്ദ്രം ആയുഷ്മാൻ ഭാരത് മാനദണ്ഡം പാലിച്ചില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു വെച്ച NHM ഫണ്ടിന്റെ കാര്യം ഇവിടെ നേരത്തെ ചർച്ചയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു CPM പ്രതിനിധി. ഇപ്പോൾ കേരളവും ഇന്ത്യയിൽ സഹായം ആവശ്യമുള്ള സംസ്ഥാനം തന്നെയാണ്, മറ്റു സംസ്ഥാനങ്ങൾ പോലെ തന്നെ എന്ന ഒരു ബോധ്യത്തിൽ അർഹമായ വിഹിതം കേരളത്തിൽ കൊടുക്കുക എന്നുള്ള കാര്യം കൂടി താങ്കൾ മറ്റു കാര്യങ്ങൾ പറയുമ്പോൾ അതുകൂടി വേണ്ടതല്ലേ? തീർച്ചയായിട്ടും അഭിലാഷ്, ഞാൻ ആ കണക്കിലേക്കൂടെ വരാം. ഒന്ന്, ശ്രീ സജീഷ് പറഞ്ഞ കണക്കുകളോട് ഞാൻ യോജിക്കുന്നു, അദ്ദേഹത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. കാരണം ഇത് രാജ്യാന്തര തലത്തിൽ തന്നെ നേരത്തെ ശ്രീ ജ്യോതിയും പറഞ്ഞതുപോലെ 2015-14 കാലഘട്ടത്തിൽ തന്നെ മാതൃ ശിശു മരണത്തിൻ്റെ കണക്ക് നമുക്കെടുത്താൽ മനസ്സിലാവും. ഇന്ത്യയിൽ 2014 130, 1 ലക്ഷം പേർക്ക് 130 മാതൃ മരണമാണ് സംഭവിച്ചെങ്കിൽ ഇന്ന് അത് 80 ആയി മാറിയിരിക്കുന്നു. അതുപോലെ തന്നെ സംസ്ഥാനത്തും അതുപോലെ കുറഞ്ഞിട്ടുണ്ട്. 2016 പിണറായി ഏറ്റെടുക്കുമ്പോൾ അത് 43 ആയിരുന്നു, ഇപ്പോൾ അത് 18 ആയിട്ടുണ്ട്. പക്ഷേ ഈ നവജാത ശിശുക്കളുടെ മരണത്തിൽ 2016 അത് 6 ആയിരുന്നു, ഇപ്പോഴും അത് 6 ആണ്. അത് കേന്ദ്രത്തിൽ 27 ആയിരുന്നത്, 1,27,027 ആയിരുന്നത് ഇപ്പോഴത് 17 ആയി കുറഞ്ഞിരിക്കുന്നു. അപ്പോൾ രാജ്യത്ത് തന്നെ ഇതിൻ്റെ കുറയുന്നുണ്ട്, അതിൻ്റെ ഭാഗമായി കേരളത്തിലും കുറയുന്നുണ്ട്. അത് കേരളത്തിൽ മാത്രം നടക്കുന്ന വലിയ ഒരു സംഭവ വികാസമോ അത്ഭുതമോ അല്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കണം എന്നതുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. താങ്കൾ ഇപ്പോൾ അഭിലാഷ് പറഞ്ഞ ഒരു കണക്ക്, NHMന്റെ ഫണ്ട് ഈ 7/2/2025 കുറച്ച് നാൾ മുമ്പ് ശ്രീ കൊടിക്കുന്നിൽ സുരേഷാണ് ഈ കാര്യങ്ങൾ അവിടെ ലോക്സഭയിൽ ഉന്നയിച്ചപ്പോൾ മറ്റ് CPMന്റെ MP-മാരും ഉണ്ടായിരുന്നു. അതിന് അവിടുത്തെ മന്ത്രി ശ്രീ പ്രതാപ് റാവു യാദവ് അദ്ദേഹം നൽകിയ മറുപടിയിലുണ്ട്, കൊടുത്ത പണത്തിന് ഏതാണ്ട് 913.25 കോടി രൂപ നൽകിയിട്ടുണ്ട്, ബാക്കിയുള്ളതിൻ്റെ കണക്കുകൾ നൽകിയിട്ടില്ല എന്നുള്ള ദീർഘമായ ഉത്തരവ്. കേരളത്തിൻ്റെ മാത്രമല്ല മറ്റു പല സംസ്ഥാനങ്ങളുടെ കൂടിയുള്ള ഒരു ഉത്തരവാണ് അന്ന് അദ്ദേഹം പാർലമെന്റിൽ നൽകിയത്. അന്ന് ഇവർക്കൊന്നും ശബ്ദമുണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ള അല്ലെങ്കിൽ ബ്രിട്ടാസോ അല്ലെങ്കിൽ മറ്റുള്ള ജയിച്ചുപോയ MP-മാരാരെങ്കിലും അത് തെറ്റാണ് എന്ന് പറഞ്ഞ് പത്രസമ്മേളനം നടത്തുകയോ അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കുകയോ ചെയ്യാറുന്നത്? അപ്പോൾ ഇവർ നൽകിയ കണക്കുകൾ നൽകുന്നു. NHM ആയാലും NRHM ആയാലും മറ്റുള്ള പല രീതിയിലും ഓരോ ജില്ലയിലും ഞാൻ മനസ്സിലാക്കുന്നത് 20ഓളം ഡോക്ടർമാരും അതുപോലെ തന്നെ പാരാമെഡിക്കൽ സ്റ്റാഫും അഡീഷണൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്കുള്ള പണം വേറെ വരുന്നുണ്ട്, അവർക്കുള്ള ശമ്പളം വരുന്നുണ്ട്. ഇപ്പോൾ ഓരോ ജില്ലയിലും 1-2 കോടി രൂപയുടെ വലിയ കൺസെഷൻ നടക്കുന്നുണ്ട്. ഇതെല്ലാം കേന്ദ്രം ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കൂടിയിട്ടും സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള ഭരണകൂടത്തിൻ്റെ കുഴപ്പങ്ങൾ, അതുപോലെ പർച്ചേസിലുള്ള ഈ കോംപ്ലിക്കേഷൻ കൊണ്ടാണ് ഈ ഡോക്ടർമാർക്കും അതുപോലെ തന്നെ CMOനും അതുപോലുള്ള ആളുകൾക്കും ഇത്തരത്തിലുള്ള ഉത്തരവ് നൽകാൻ പറ്റാത്തതും കൃത്യസമയത്ത് അവരുടെ മരുന്നുകൾ എത്തിക്കാൻ പറ്റാത്തതെന്നുള്ളതിന് ധാരാളം തെളിവുകൾ നമ്മളുടെ മുന്നിലില്ലേ? അപ്പോൾ ഭരണപരിഷ്കാരങ്ങളെ നടപ്പിലാക്കാതെ തങ്ങളുടെ ഒരു കാര്യവും കൂടി, ഈ കൊറോണ കാലഘട്ടത്തിൽ നടന്ന വലിയ തട്ടിപ്പുകളുടെ കഥ നമ്മളുടെ അടുത്തുണ്ട്. ആ കാലഘട്ടം മുതൽ ഈ കാലഘട്ടം വരെ നടന്ന വലിയ അഴിമതികളുടെ കൂടിക്കണക്കുകൾ ഇനിയും പുറത്തേക്ക് വരും. കേരളത്തിൽ തീർച്ചയായിട്ടും നമ്മൾ വർഷങ്ങളായി, അത് പിണറായി ഭരിക്കുമ്പോഴും ഉമ്മൻചാണ്ടി ഭരിക്കുമ്പോഴുമല്ല, അതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കേരളം ആരോഗ്യ പരിചരണ രംഗത്ത് വളരെ മുന്നേറിയിട്ടുണ്ട്. അത് ഇത്രയേറെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന് ബേർഡൻ വരാത്തത്. ശരി, ഇപ്പോൾ ഈ കൺസോളിഡേറ്റ് നമുക്ക് ഈ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നമെങ്കിൽ ഓഡിറ്റഡ് യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് ഫോർ ഫിനാൻഷ്യൽ ഇയർ 2022-23 കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫോർ 2023-24 വിജയ് ഗോഖലെ IAS സ്റ്റേറ്റ് മിഷൻ ഡയറക്ടർ നാഷണൽ ഹെൽത്ത് മിഷൻ കേരളയും അഡീഷണൽ ചീഫ് സെക്രട്ടറി ഹെൽത്ത് രാജൻ ഖോബ്രഗഡയും ഒപ്പിട്ട യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് കൊടുത്തതിന്റെ രേഖ എൻ്റെ കയ്യിലുണ്ട്. എന്തായാലും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് റിലീസ് ചെയ്യാനുള്ള തുക, അത് അതേക്കുറിച്ച് സൗരഭ് ജെയിൻ IAS ജോയിന്റ് സെക്രട്ടറി ഹെൽത്ത് കേരളത്തിന് ശേഷമുള്ള 7/2/2025 കണക്കാണ് ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ പറയുന്നത് ഈ 2023-24 ഫണ്ടാണ് കിട്ടാൻ ബാക്കിയുള്ളത് NHMന്റെ. അതിൽ പറയുന്നത് സ്റ്റേറ്റ് കേരളത്തിലെ 2023-24 ഫണ്ട് വിച്ച് വാസ് അൺഎബിൾ ടു ബ്രാൻഡിംഗ് ഗൈഡ്ലൈൻസ് ഓഫ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നാണ് പറയുന്നത്. നോൺ കംപ്ലയൻസ് ഓഫ് ബ്രാൻഡിംഗ് ഗൈഡ്ലൈൻസ് ഓഫ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പറയുന്നത് 2023-24 ആ കാലയളവിലെ ഫണ്ടാണ് കിട്ടാനുള്ളത്. അതിന്റെ യൂട്ടിലൈസേഷൻ സർട്ടിഫിക്കറ്റ് അയച്ചു കൊടുത്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്.